നോർമലി നമ്മൾ ബാത്റൂം ചെയ്യുമ്പോഴത്തേക്കും അത് ഇന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം, അങ്ങനെ എന്തോ അല്ലേ? കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല, തിരിഞ്ഞിരിക്കാൻ പാടില്ല. എന്താ പറയുക, മൂന്ന് പേരെ നമ്മൾ 3 പേരുടെ മുമ്പിലാണ് നോക്കാൻ പാടുള്ളത്. സൂര്യൻ, പിന്നെ ഋഷികൾ, സ്ത്രീകൾ, ഈ 3 പേരുടെ മുമ്പിലേക്ക് തിരിഞ്ഞ് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഇതാണ് ഏത് ഡയറക്ഷൻ അപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം തെക്ക് വടക്കാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അങ്ങോട്ടായാലും കുഴപ്പമില്ല. ബാത്റൂം ഏതൊക്കെ ഏരിയയിൽ വരാം? ഇപ്പം നമ്മൾ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയയിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാത്റൂം അതിനകത്ത് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ വരാൻ പാടില്ല. പിന്നെ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കിഴക്ക് പടിഞ്ഞാറ് വീടാന്ന് വെച്ചോ, കിഴക്ക് അതിൻ്റെ ഇപ്പം ദർശനം കിഴക്കോട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ് വെന്റിലേഷൻ കിഴക്ക് പടിഞ്ഞാറായിട്ട് വെന്റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വീടിൻ്റെ ഒരു സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ നമ്മൾ വീട്ടിൻ്റെ ഒരു സെൻറ്റർ വരച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, ആ സെൻട്രൽ ലൈനാണ് ഇതിൻ്റെ ബ്രഹ്മ പറയുന്നത്. ആ ലൈനിൽ വരാൻ പാടില്ല. പിന്നെ കോർണറുകളിൽ, ഈ മൂലകളിൽ, വീടിൻ്റെ കോർണറുകൾ, തെക്ക് വടക്ക്, വടക്ക് കിഴക്ക് ഒരിക്കലും പാടില്ല. അവിടെയാണ് നമ്മളിപ്പം എനർജിയുടെ ഒരു മൂല സ്രോതസ് അവിടെയാണ്. അതാണ് നമ്മൾ അടുക്കളയൊക്കെ മിക്കവാറും അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അത് എനർജി ഏരിയയാണ്. ഉദാഹരണം ഭക്ഷണം പാകം ചെയ്യുക. എനിക്ക് തോന്നുന്നു പൂജയ്ക്കൊക്കെ നല്ല സ്ഥലമാണ് വടക്ക് കിഴക്ക് മൂലകളൊക്കെ, ആ ഏരിയകളൊക്കെ. അപ്പോൾ അവിടെ ഒരിക്കലും ചെയ്യാനേ പാടില്ല. ബാക്കി മൂന്ന് കോർണറുണ്ടല്ലോ, അപ്പോൾ ഈ ബാക്കി 3 കോർണറിലും പാടില്ല. പിന്നെ കോർണറിൽ വിട്ടിട്ട് ഒരു പദം കുറച്ച് നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പദം വിട്ടിട്ട് അവിടെയായിട്ട് നമുക്ക് പിന്നെ ഒരു ഡ്രസ് റൂമോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു സൊല്യൂഷൻസ് ഉണ്ട്. ലേശം ഒന്ന് ഓഫ്സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ.